അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായോ? കാരുണ്യം കൽബിൽ കൊണ്ടു നടന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, അയൽവക്കത്തുള്ളവർക്ക്, വീട്ടിലുള്ള മൃഗങ്ങൾക്ക് പോലും കരുണയുള്ളവരായി നമ്മൾ മാറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുമ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ. അസംബസരിത്തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധ റമളാനിൽ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയെ ശ്രദ്ധിക്കണം. പകലുകളിൽ നിങ്ങൾ നോമ്പുകാരായ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വീട്ടിൽ അടുക്കളയിലൊന്നും വെക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ വിശന്നലയുന്നൊരു പൂച്ചയുണ്ടാകും. ആ പൂച്ചയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എത്ര വിശുദ്ധമാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് കാരുണ്യമാണ് കരണീയമെന്ന് കാലിശിക ലോകത്തെ കാതിൽ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞതുപോലെ കാരുണ്യമുള്ളവരായി മാറാം. അള്ളാഹു തൗഫീഖ് തരട്ടെ.